ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വൈറ്റ് സോസ് മക്രൂണി ആക്കാനാണ് പോകുന്നത്. അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സിർക്കയും ഉപ്പും ഇട്ട് മസാല പുരട്ടി വെക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. പിന്നെ നമുക്ക് മക്രൂണി വേവിച്ചെടുക്കണം. അതിനായി കുറച്ച് വെള്ളം തിളക്കാൻ വെക്കാം. വെള്ളം നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മക്രൂണി ഇട്ട് അത് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. കുറച്ച് ഉപ്പും കൂടി ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം ഉടഞ്ഞു പോകരുത്, അതിനു മുമ്പ് തന്നെ ഊറ്റിയെടുക്കണം. ഇപ്പം ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഊറ്റി മാറ്റി. അതിനുശേഷം നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ അതിനൊന്നിച്ചിട്ട് കുറച്ച് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് എണ്ണയിലൊന്നും ഇടണ്ട, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും 3 സ്പൂണ് മൈദപ്പൊടിയും പിന്നെ ഈ കപ്പിൽ 2 കപ്പ് പാലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മക്രൂണി ഉണ്ടാക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് ഗ്യാസിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇങ്ങനെ ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മൈദ അതിലേക്ക് ഇടാം. പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട് മൈദ കട്ടയൊന്നും ഇല്ലാണ്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ പാല് മാത്രമല്ല, അതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആ കാണിച്ച കപ്പിൽ 2 കപ്പ് പാലും പിന്നെ കുറച്ച് അതിലൊരു 1/4 കപ്പ് വെള്ളവും കൂടിയേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള മക്രൂണി ഇതിലേക്കിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മുളകൊക്കെ ചേർന്ന് ഇതുപോലെ കിട്ടും. നല്ല ക്രീമി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.